ഉഷ്ണതരംഗത്തിൽ കൃഷിനാശം സംഭവിച്ച നെൽ കർഷകർക്ക് സമ്പൂർണ്ണ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് മാന്നാർ കൃഷിഭവന് മുന്നിൽ കർഷകരുടെ പ്രതിഷേധ സമരം. നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാന്നാർ ചെന്നിത്തല കൃഷിഭവൻ പരിധിയിലെ നെൽകർഷകരാണ് പതിരായി നശിച്ചുപോയ നെല്ല് കൂട്ടിയിട്ട് പ്രതിഷേധ സമരം നടത്തിയത്. നെൽകർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി സാം ഇ പൻ സമരം ഉദ്ഘാടനം ചെയ്തു. 480 ഹെക്ടർ നെൽകൃഷിയുള്ള മാന്നാർ കൃഷിഭവനിൽ കേവലം 50 ഹെക്ടറിൽ താഴെ മാത്രമേ കൃഷിനാശം സംഭവിച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ളൂവെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉഷ്ണതരംഗത്തിലും കൊടുംവേനലിലും കൃഷി നശിച്ച മേഖലയായി പ്രഖ്യാപിച്ച് എല്ലാ കർഷകർക്കും നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും സാമീപൻ ആവശ്യപ്പെട്ടു. ഞങ്ങളെ ഇനി അവഗണിച്ച് മുമ്പോട്ട് പോയാൽ എന്ത് തരത്തിലും ജീവിക്കാൻ വേണ്ടിയുള്ള സമരവുമായി കർഷകരും ഞങ്ങൾക്കും ജീവിക്കണം, ഞങ്ങളെയും ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് കർഷകർ ഒറ്റക്കെട്ടായി സമരത്തിലേക്ക് നീങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും. ഇപ്പൊ ഞങ്ങൾ ഇതിനെ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ചെന്നിത്തലയിലെയും പ്രത്യേകിച്ച് മാന്നാത്തെയും കർഷകരെ സംബന്ധിച്ച് ഓർപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ 6 മാസക്കാലം വ്യാപകരില്ലാതെ വെയിലും മഴയത്തും ഒരുപോലെ നിന്ന് കഷ്ടപ്പെട്ട് ഉഷ്ണതരംഗമടിച്ചപ്പോഴും തളർന്നു വീഴാതെ തന്റെ ജീവിതത്തെ തന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ ഉൽപ്പാദിപ്പിച്ച നെല്ലെടുക്കുവാൻ വിളവെടുക്കുവാൻ വന്നപ്പോൾ 10 മേനി പോലും വിളവ് ലഭിക്കാത്ത 10 കിൻഡൽ പോലും ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായപ്പോൾ ഈ കർഷകനെ ഒന്ന് ഒന്ന് തോളത്ത് തട്ടി അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ചെറിയ ഇടപെടൽ പോലും നടത്താത്ത ഗവൺമെന്റ് അധികാരികളാണോ ഇവിടെ നിലനിൽക്കുന്നത്? ഇതാണോ കാർഷിക മേഖലയിലെ ഡിപ്പാർട്ട്മെന്റ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ചോദിക്കുകയാണ്. NKSS മേൽപ്പാടം മാന്നാർ മേഖലാ ജനറൽ കൺവീനർ ബി പ്രണീഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നെൽകർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി VJ ലാലി, ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്ങുന്ന, വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ, വൈസ് പ്രസിഡന്റ് ലാലിച്ചൻ പള്ളിവാതുക്കൽ, P വേലായുധൻ നായർ, റോയി ഊരാംവേലിൽ, ഗോപൻ ചെന്നിത്തല, കറിയാച്ചൻ ചേന്നങ്കര തുടങ്ങിയവർ സംസാരിച്ചു. കൈനകരിയിലെ അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP കൈനകരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസ് ഉപരോധിച്ചു. 40 വർഷത്തിലേറെയായി ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിൽ കുടിവെള്ളം കിട്ടാക്കനിയാണെന്നും ഓരുവെള്ളം വന്നതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ജലമില്ലെന്നും നേതാക്കൾ. പൊട്ടിയ പൈപ്പ് ലൈനുകൾ മാറ്റി പുതിയത് സ്ഥാപിച്ച് കുടിവെള്ള വിതരണത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. പാർട്ടി തകഴി മണ്ഡലം ജനറൽ സെക്രട്ടറി നാരായണദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഇലക്ഷനൊക്കെ കഴിഞ്ഞു, വോട്ടൊക്കെ കയ്യിൽ പെട്ടിയിലാണ്. അടുത്ത ഭരണം കേന്ദ്രത്തിൽ തന്നെ ഇപ്പം കൈനഗിരിയിലെ ഈ നീറുന്ന പ്രശ്നം, ഈ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇല്ല എങ്കിൽ വലിയ സമര പരിപാടികളുമായിട്ട് BJP കുട്ടനാട് മൊത്തം ആലപ്പുഴ ജില്ലയിലുള്ള എല്ലാ BJP ഘടകങ്ങളും അതിശക്തമായ ഒരു സമരവുമായി MLA മുൻപിൽ വരും. MLA ഊണും ഉറക്കവും നഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള ശക്തമായ സമരം ഉണ്ടാവുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് BJP കൈനഗിരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CL ലജുമോൻ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. PR മനോജ് മുഖ്യപ്രഭാഷണം നടത്തി. സതീശൻ, മാത്യൂസ് തെക്കേപ്പറമ്പൻ, സനൽ, ചന്ദ്രശേഖരൻ, ജയൻകുട്ടൻ, ബാബു കുട്ടങ്കരി, ജയപ്രകാശ്, ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മതമൗലികവാദവും ഫാസിസ്റ്റ് ചിന്താഗതികളും സഭയും സമൂഹവും നേരിടുന്ന വെല്ലുവിളിയാണെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മെത്രാപ്പൊലീത്ത റവറന്റ് ഡോക്ടർ തോമസ് J നെറ്റോ. സഭാ പ്രവർത്തനങ്ങൾക്കും വിശ്വാസ ജീവിതത്തിനും സുഗമമായ കാലഘട്ടമല്ല ഇപ്പോഴത്തേതെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. സഭയ്ക്കും സമൂഹത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകാൻ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കഴിയുന്നുണ്ടെന്നും റവറന്റ് ഡോക്ടർ തോമസ് J നെറ്റോ വ്യക്തമാക്കി. 138ാമത് ചങ്ങനാശ്ശേരി അതിരൂപതാ ദിനാഘോഷം കുറുമ്പനാടം സെന്റ് ആന്റണീസ് ചർച്ച് പാരിഷ് ഹാളിൽ മാർ ജോസഫ് പൗവത്തിൽ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പൊലീത്ത. സഭാ പ്രവർത്തനങ്ങൾക്കും വിശ്വാസ ജീവിതത്തിനും സുഗമമായ ഒരു കാലഘട്ടത്തിലൂടെയല്ല നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിരൂപതയുടെ പ്രാദേശിക പ്രവർത്തനങ്ങളെ അല്പമെങ്കിലും അലോസരപ്പെടുത്തുന്ന സംഭവങ്ങൾ അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിപ്പുണ്ട്. ഈ വെല്ലുവിളികളെ തരണം ചെയ്ത് പൂർവാധികം ശക്തിയോടെ അതിരൂപതയ്ക്ക് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. രണ്ടാമതായി, മതമൗലികവാദവും ഫാസിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന് നാം ഏവരും നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളികളെ നേരിടുവാൻ സഭയുടെ മുന്നിൽ ഒരു പാത തുറന്നിടണം. മൂന്നാമതായി,
ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ ഇന്ന് സഭയിൽ നിരവധി സമ്മർദ്ദങ്ങൾക്ക് വിധേയരാണ്. നാലാമതായി, ഒരു രാജ്യത്തിൻ്റെ ഭദ്രത ആ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ കുറെയെങ്കിലും തുല്യമായി വീതിക്കപ്പെടുന്ന സാമ്പത്തിക ക്രമം അടിസ്ഥാനപ്പെടുത്തിയാണ് നിലനിൽക്കുന്നത്. ആനുകാലിക സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ വിഭവങ്ങൾ ഒരു കൂട്ടം കോർപ്പറേറ്റുകളുടെ ഉറവിടങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നതാണ്. ദളിതരും പിന്നോക്ക വിഭാഗങ്ങളും സഭയിൽ നിരവധി സമ്മർദ്ദങ്ങൾക്ക് വിധേയരാണ്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷനായിരുന്നു. വിക്രം സാരാഭായി സ്പേസ് സെന്റർ പ്രോജക്ട് ഡയറക്ടർ ടോമി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജെയിംസ് പാലിക്കൽ അതിരൂപത ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാർ ജോർജ് കോച്ചേരി, ഷംഷാബാദ് സഹായമെത്രാൻ മാർ തോമസ് പാടിയാത്ത്, ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ, അതിരൂപത ചാൻസലർ ഫാദർ ഡോക്ടർ ഐസക് ആലഞ്ചേരി, കുറുമ്പനാടം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ചെറിയാൻ കറുകപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സ്മരണയിൽ. രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷിത്വ ദിനം കോൺഗ്രസ് ചങ്ങനാശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായി ആചരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി ജോസി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ രാജീവ് ഗാന്ധിയുടെ 33ാം രക്തസാക്ഷിത്വ ദിന പരിപാടി ചങ്ങനാശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ അനുസ്മരണ ചടങ്ങ് ഔപചാരികമായി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സമ്മേളനത്തിൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബാബു കോയിപ്പുറം അധ്യക്ഷനായിരുന്നു. ഭാരതത്തിന്റെ വികസനത്തിന് രാജീവ് ഗാന്ധി നൽകിയ സംഭാവനകളെ യോഗം അനുസ്മരിച്ചു. നേതാക്കളായ തോമസ് അക്കര, ജോമി ജോസഫ്, KV ഹരികുമാർ, PV ജോർജ്, പാപ്പച്ചൻ നേര്യമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. രാജീവ് ഗാന്ധിയുടെ 33ാം വാർഷിക ദിനമായിരുന്നു. ഇന്നത്തെ ഭരണാധികാരികൾ ഇന്ന് രാജ്യത്തെ എങ്ങോട്ട് കൊണ്ടുപോകുന്നുവെന്ന് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിനുള്ളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. വിലപിടിപ്പുള്ള നിരവധി വസ്തുക്കളാണ് ഇവിടെ രാത്രിയുടെ മറവിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്തുന്ന കരാർ കമ്പനിയുടെയും ഫുട്ബോൾ ക്ലബിന്റെയും ശിശുക്ഷേമ വകുപ്പിന്റെയും നിരവധി സാധന സാമഗ്രികൾ ഇവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഫുട്ബോളുകൾ, മേശ, കസേര എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. രാവിലെ സ്റ്റേഡിയത്തിൽ എത്തുമ്പോഴാണത് കണ്ടത്. എന്താ സംഭവിച്ചതെന്നറിയില്ല. മദ്യക്കുപ്പികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. മദ്യപിച്ചിട്ട് ഇവിടെ കിടന്ന എല്ലാ സാധനങ്ങളും വളരെ ദേഷ്യത്തോടു കൂടി നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നടപടി എടുത്തില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും. വളരെ വിലപിടിപ്പുള്ള മെറ്റീരിയൽസ്, ഉപകരണങ്ങളെല്ലാം നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുള്ളതാണ് സ്റ്റേഡിയത്തിന്റെ. ചങ്ങനാശ്ശേരി നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ നമ്മുടെ അക്കാദമിയുടെ റൂമുണ്ട്. ആ റൂമിന്റെ മുകളിൽ നമ്മുടെ കസേരകളും ടേബിളും അപ്പുറത്തെ ICDSന്റെ ടേബിളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ശനിയാഴ്ച ഞങ്ങൾ ഇവിടുന്ന് കുട്ടികളുടെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോയതാണ്. ഇപ്പോൾ ഗ്രൗണ്ടിന്റെ നവീകരണമായിട്ട് നമ്മൾ പലയിടത്തും നമ്മൾ സ്റ്റേഡിയം തപ്പിയിട്ടാണ് പ്രാക്ടീസ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. വളരെ നിർദ്ധനായിട്ടുള്ള 600ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു ഫുട്ബോൾ അക്കാദമിയാണ് നമ്മുടെ. ഫീസ് ഇല്ലാതെ കുട്ടികൾക്ക് വേണ്ടി രാവുകളിൽ നമ്മൾ അധ്വാനിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇന്ന് രാവിലെ, ഞായറാഴ്ച രാവിലെ ഞങ്ങൾ SB ഹൈസ്കൂളിൽ പ്രാക്ടീസിന് പോയപ്പോഴത്തേന് നമ്മുടെ ഇതിന്റെ കോൺട്രാക്ട് വിളിച്ചു പറയുന്നു, ഇത് നിങ്ങളുടെ സാധനങ്ങളെല്ലാം അടിച്ച് തകർത്തിട്ടിരിക്കുന്നു. ഞായറാഴ്ച വൈകിട്ടാകാം സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. നഗരസഭാ അധ്യക്ഷ ബീന ജോബി, ഉപാധ്യക്ഷൻ മാത്യൂസ് ജോർജ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. വാഴപ്പള്ളി വെസ്റ്റ് വില്ലേജിൽ ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. MC റോഡിൽ തുരുത്തി മർത്തമറിയം ഫൊറോന പള്ളിക്ക് സമീപമാണ് ഓഫീസിന്റെ പ്രവർത്തനം. കേരളത്തിലെ മുഴുവൻ വില്ലേജുകളിലെയും ഭൂരേഖകൾ ഡിജിറ്റലായി സർവേ ചെയ്യുന്നതിന്റെ ഭാഗമായി സർവേ വകുപ്പിന്റെ ചുമതലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഡിജിറ്റൽ സർവേ പുരോഗമിച്ചു വരികയാണ്. ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്ന വാഴപ്പള്ളി വെസ്റ്റ് വില്ലേജിലെ ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസിന്റെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി തഹസിൽദാർ TI വിജയസേനൻ നിർവഹിച്ചു. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ജനപ്രതിനിധികളുടെയും നമ്മുടെ ഒരു യോഗം വിളിച്ച് അവരെയും കൂടുതൽ താഴെത്തട്ടിലുള്ള ജനങ്ങളിൽ എത്തണമെങ്കിൽ അവരിലൂടെ മാത്രമേ ഇത് എത്താൻ പറ്റൂ. ഉദ്യോഗസ്ഥന്മാർക്കൊരു പരിധിയുണ്ട്. ബാക്കി ജനപ്രതിനിധികൾ ജനങ്ങളുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്ന ആളുകളുടെ നിലയിൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക, അവർക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ജനങ്ങളുടെ സംശയങ്ങൾ അവരിലൂടെ മാത്രം നമുക്ക് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പറ്റും. നിങ്ങളുടെ എല്ലാവരുടെയും ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പം പറഞ്ഞ് വിശദമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെട്ടു. ഇതിലൂടെ
അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. അതുകൊണ്ട് ഈ വില്ലേജിലെ വിവരങ്ങൾ ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളെ നമ്മുടെ ജനപ്രതിനിധികളെയൊക്കെ വിളിച്ചു കൂട്ടി പറയാൻ പറ്റിയിട്ടില്ല. അവർ ഏകദേശം 6-ാം തീയതിയോടുകൂടി തന്നെ ഇലക്ഷൻ്റെ MCC കഴിയും. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും മുമ്പാകെ അവതരിപ്പിക്കപ്പെടും. എങ്കിൽ മാത്രമേ നമുക്കിതൊരു പൂർണ്ണമായ അർത്ഥത്തിൽ ഈ ഡിജിറ്റൽ സർവേ ജനങ്ങളുടെ കൂടി അറിവിലേക്ക് പൂർണ്ണമായ രീതിയിൽ എത്താൻ പറ്റും. ഉദ്ഘാടന യോഗത്തിൽ കോട്ടയം റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ S. വിനോദ് അധ്യക്ഷനായിരുന്നു. വൈക്കം 1 സർവേ സൂപ്രണ്ട് P. വിശ്വംഭരൻ, ജില്ലാ IEC നോഡൽ ഓഫീസർ അജയകുമാർ, സബ് നോഡൽ ഓഫീസർ പ്രിൻസ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നോക്കൂ, തട്ടിപ്പിന്റെ പുതിയ മുഖം. ആഭരണങ്ങളിലെ ചെളി കളയാം എന്ന് പറഞ്ഞെത്തിയ ഇതര സംസ്ഥാനക്കാർക്ക് 1.5 പവന്റെ മാല ഊരിക്കൊടുത്ത വീട്ടമ്മയ്ക്ക് കഴുകിക്കഴിഞ്ഞപ്പോൾ കിട്ടിയത് 1/2 പവൻ മാത്രം. തട്ടിപ്പിനിരയായത് പുളിങ്കുന്ന് പഞ്ചായത്ത് 60 കോളനി ആതിരവിലാസത്തിൽ അനിലിന്റെ ഭാര്യ തുളസി. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഇതര സംസ്ഥാനക്കാരായ 2 പേർ കോളനിയിലെത്തിയത്. പാത്രങ്ങളുടെയും ആഭരണങ്ങളിലെയും ചെളി കളഞ്ഞ് വൃത്തിയാക്കി തരാം എന്ന് പറഞ്ഞാണ് അവർ വീടുകൾ കയറിയിറങ്ങിയത്. ഇരകളെ തേടി വന്ന അവരുടെ വലയിൽ തുളസി അകപ്പെട്ടു എന്ന് വേണം പറയാൻ. 1.5 പവന്റെ മാലയാണ് കഴുകാനായി കൊടുത്തതെന്ന് തുളസി പറയുന്നു. തിരിച്ചു കിട്ടിയത് 1/2 പവനും. മാല 1.5 പവനായിരുന്നു. ഇപ്പം ഞങ്ങൾ തീർത്തിട്ട് 4 ഗ്രാമേ ഉള്ളൂ. പക്ഷേ ഇവരെ കള്ളനാണ് ഒന്നും നമുക്കറിയാൻ പറ്റില്ല. എൻ്റെ പൊന്നുമണി ഒരു കള്ളനാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. എൻ്റെ പൊന്നുമണി അങ്ങനെ ഞാനൊരു ഇതും ചെയ്ത് എൻ്റെ കുഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട ഒരുപാട് കഷ്ടപ്പെട്ട എൻ്റെ പൊന്നുമാണ്. അതിൽ ഞാൻ ഈ കള്ളക്കറികളിൽ നിൽക്കുന്നു. അവരെ കണ്ട ഒരു തട്ടിപ്പുള്ളവനൊന്നും പറയത്തില്ല. ഞങ്ങളുടെ കുടുംബ സ്റ്റേഷന് പരാതി കൊടുത്തു. അത് അന്വേഷിക്കാൻ പോകുന്നു പറഞ്ഞു. സാറ് എന്നെ വഴക്ക് പറഞ്ഞു. വീട്ടിലെടുക്കാവുള്ളൂ പറഞ്ഞ് പേപ്പറിനകത്ത് മഞ്ഞപ്പൊടി ഇട്ട് പൊതിഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞിനെ കൊണ്ട് മാല എടുക്കുമ്പോൾ ദ്രവിച്ച് പോകുന്നുണ്ട്. മാല വൃത്തിയാക്കിയതിന് 60 രൂപ കൂലിയും അവർ വാങ്ങി. കഴുകി കിട്ടിയ മാല കടലാസിൽ പൊതിഞ്ഞു കൊടുത്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കാവൂ എന്ന് അവർ പറഞ്ഞത്രേ. നേരത്തെ തുറന്നാൽ മാല ദ്രവിച്ചു പോകുമെന്ന് പറയാനും അവർ മറന്നില്ല. പിന്നീട് മാല കഴുകിയ വെള്ളവുമായി അവർ സ്ഥലം വിടുകയും ചെയ്തു. ഏതായാലും പിന്നെ പൊതി തുറന്നു നോക്കിയപ്പോൾ സ്വർണത്തിൻ്റെ നിറവും മാലയുടെ രൂപവും മാറിയതായാണ് കാണപ്പെട്ടത്. കിട്ടിയ 1/2 പവനാകട്ടെ പൊടിഞ്ഞും പോയി. പൊടിഞ്ഞാലും 1.5 പവൻ തന്നെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ് അനിലും തുളസിയും. സംഭവം നടക്കുമ്പോൾ അനിൽ വീട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ 60 കോളനി എൻ്റെ ആതിരവിലാസത്തിൽ ഞാൻ വന്നപ്പം എനിക്ക് ഇവർ 2 പേര് പാത്രം കഴുകി കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു പാത്രം കഴിയുമ്പോൾ ചേച്ചിയുടെ മാല ഇവിടെ കൊണ്ടുപോയി കുളിപ്പിച്ച് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മകളുടെ മാല 1 പവനും എൻ്റെ ഭാര്യയുടെ മാല 1.5 പവനുമായിരുന്നു. ഇത് കഴിക്കും പറഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും 1 മണിക്കൂർ കഴിയുക 2 മണിക്കൂർ കഴിയുക എടുക്കരുത്, എടുത്താൽ ഇത് പൊടിഞ്ഞു പോകും, അത് കാരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ സംശയം വെച്ച് നോക്കിയപ്പോൾ പൊടിഞ്ഞിരിക്കുന്നു. അത് ഞങ്ങളോട് ബാങ്കിലെ കട്ടാനട കൊണ്ട് കൊടുത്ത് നോക്കിച്ചപ്പം 1/2 പവനേ ഉള്ളൂ. 1 പവൻ അവർ വിളക്കിയെടുത്തിട്ട് പോകും. മൊത്തം എത്ര 1.5 പവൻ? 1.5 പവൻ. സത്യത്തിൽ മലയാളം അറിയാവുന്ന ഇതര സംസ്ഥാനക്കാരുടെ വാചക കസർത്തിന് മുന്നിൽ തുളസി വഞ്ചിക്കപ്പെടുകയായിരുന്നു. കണ്ടാലറിയാവുന്ന കുറ്റവാളികളെ പിടികൂടാൻ സഹായം തേടി പുളിങ്കുന്ന് പോലീസിൽ കേസ് കൊടുത്തിരിക്കുകയാണ് അനിലും കുടുംബവും. ഒരു വാൽക്കഷ്ണം കൂടി ചേർക്കാം. സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുകയാണ്. 1 പവൻ ആഭരണത്തിന് ഇപ്പോൾ 60,000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. കുപ്രസിദ്ധ വാഹന മോഷ്ടാവ് തമിഴ്നാട് സ്വദേശി സന്തോഷ് കുമാർ രാമങ്കരി പോലീസിന്റെ പിടിയിൽ. പ്രതി പിടിയിലായതോടെ നിരവധി മോഷണ കേസുകൾ തെളിയിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. കഴിഞ്ഞ മാർച്ച് 30-ാം തീയതി രാമങ്കരിയിൽ നിന്ന് മോഷണം പോയ ഫാസിനോ സ്കൂട്ടറിന്റെ തെരച്ചിലിനൊടുവിലാണ് ശിവശങ്കർ എന്നുകൂടി പേരുള്ള മോഷ്ടാവിനെ പിടികൂടാൻ കഴിഞ്ഞത്. അന്വേഷണത്തിൽ മോഷ്ടാവ് തമിഴ്നാട്ടുകാരനാണെന്ന് തെളിഞ്ഞിരുന്നെന്ന് രാമങ്കരി പോലീസ് അറിയിച്ചു. ഇങ്ങനെയിരിക്കെയാണ് തമിഴ്നാട്ടിൽ മറ്റൊരു കേസിൽ സന്തോഷ് കുമാർ പിടിയിലായത്. സ്കൂട്ടർ മോഷണം പോയ കേസുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് സംശയം തോന്നിയതിനാൽ രാമങ്കരി SIP മുരുകൻ തമിഴ്നാട്ടിലെ പോലീസ് ഓഫീസറുമായി ബന്ധപ്പെടുകയും പ്രതി ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തെന്ന് വിവരവും കിട്ടി. തുടർന്ന് രാമങ്കരി പോലീസിന്റെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നും രാമങ്കരിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. CI പ്രദീപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഊർജിതമായ അന്വേഷണത്തിന് തുടക്കം കുറിച്ചത്. ASI ബൈജു, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ രജനീഷ്, അഭിജിത്ത് മുരളീധരൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ആലപ്പുഴ SP, അമ്പലപ്പുഴ DYSP എന്നിവരും അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകുകയുണ്ടായി. രാമങ്കരി പോലീസിന്റെ കഠിന പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് മോഷ്ടാവിനെ പിടികൂടാൻ കഴിഞ്ഞത്. ബാലസംഘം അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഹാപ്പിനെസ് ഫെസ്റ്റിവലും EK നായനാർ അനുസ്മരണ സമ്മേളനവും H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ചെറുപ്രായത്തിൽ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഗായത്രി പ്രസാദിനെ ചടങ്ങിൽ അനുമോദിച്ചു.
ആരൊക്കെ നമുക്ക് അറിയണം. ഓക്കെ, പഴയ പാട്ടാണ്, അറിയാം. പഴയ പാട്ട് കാലച്ചാടി അറിയാം, അറിയാം. അപ്പൊ അറിയാവുന്നൊരു പാടണം. ഞാൻ പറയുന്നതിന് ബാക്കി ഇങ്ങോട്ട് പാടണം. ഓക്കെ, അവരുടെ കള്ള പറഞ്ഞ അറിയാൻ കിട്ടുന്ന കള്ളല്ലേ. പാട്ട് പാടത്തില്ലെന്ന് പറഞ്ഞ കള്ളം, പാട്ട് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ കള്ളം. ഇതെല്ലാവരും പറയുന്ന പാട്ടല്ലേ? പ്രായമുള്ളതും പാടാം, പണ്ടത്തെ പഴയ മുതിർന്ന കേസിട്ട് പാടാം. അപ്പൊ കാനന ചായയിലടുമയ്ക്കാൻ, കാനന ചായയിലടുമയ്ക്കാൻ പാടില്ല പാടില്ല പാടേ നമ്മൾ, പാടില്ല പാടില്ല പാടേ നമ്മൾ, പാടേ മാറഞ്ഞൊന്നും ചെയ്തുകൂടാ. അടുത്തത് തോട്ടപ്പള്ളി നാലുചിറ ഗവൺമെന്റ് HS ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ അധ്യക്ഷനായി. ബാലസംഘം ഏരിയ പ്രസിഡന്റ് ശ്രീലക്ഷ്മി, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഭിനവ്, CPIM ഏരിയ സെക്രട്ടറി A ഓമനക്കുട്ടൻ, തോട്ടപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M സോമൻ, സംഘം ഏരിയ കൺവീനർ B ശ്രീകുമാർ, VS മായാദേവി, കോർഡിനേറ്റർ ജയദേവൻ, സംഘം ഏരിയ സെക്രട്ടറി സദ്ദാം എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാകായിക പ്രകടനങ്ങളും പുന്നപ്ര ജ്യോതികുമാർ, മഹാദേവൻ ആൻഡ് പാർട്ടി എന്നിവരുടെ കലാവിരുന്നും അരങ്ങേറി. കുട്ടനാട് ഫൈൻ ആർട്സ് സൊസൈറ്റി സംഘടിപ്പിച്ച സ്പന്ദനം 2024 സംസ്ഥാന അമച്വർ നാടക മത്സരത്തിൽ ഹോം തിയേറ്റർ റിയാലിറ്റി അങ്കമാലിയുടെ ഗാർഗിക്ക് 1ാം സ്ഥാനം. വിവിധ ജില്ലകളിൽ നിന്നായി 17 സമിതികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കാവാലം മാനസി കലാവേദിയുടെ ആണില്ലാത്ത നാട് 2ാം സ്ഥാനം കരസ്ഥമാക്കി. പറവൂർ തിയേറ്റർ ഗ്രൂപ്പിന്റെ കറുത്ത പ്രാർത്ഥന, മുളന്തുരുത്തി തിയേറ്റർ ഗ്രൂപ്പിന്റെ ബിരിയാണി എന്നീ നാടകങ്ങൾ 3ാം സ്ഥാനം പങ്കിട്ടു. SGVHS തഴവയുടെ പെൺചെരാത് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടി. പ്രശസ്ത നാടക ചലച്ചിത്ര താരം പ്രമോദ് വെളിയനാട് നാടക മത്സരത്തിന്റെ ഉദ്ഘാടനവും മജീഷ്യൻ വിൽസൺ ചമ്പക്കുളം സമ്മാനദാനവും നിർവഹിച്ചു. സ്വാഗത സംഘം കൺവീനർ MS ശ്രീകാന്ത്, തകഴി സ്മാരക സമിതി സെക്രട്ടറി KB അജയകുമാർ എന്നിവർ കലാകാരന്മാർക്ക് മെമന്റോ നൽകി ആദരിച്ചു. ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസ്, സെക്രട്ടറി KC രമേശ് കുമാർ, ട്രഷറർ V വിത്തവാൻ, സുനിൽദാസ് പുല്ലങ്ങടി, ശാലിനി തോട്ടപ്പള്ളി, ജോപ്പൻ ജോയ് വാരിക്കാട്, ജെസി ഗിരീഷ്, ബിജു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി. അസമിലെ ഗുവാഹത്തിയിൽ ഈ മാസം നടക്കുന്ന കുങ്ഫു ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ നിന്ന് 33 പേർ പങ്കെടുക്കും. സംസ്ഥാന ടീമിനെ പ്രതിനിധീകരിക്കുന്ന 33 പേരിൽ 21 പേരും കുട്ടനാട്ടുകാരാണ്. ഈ മാസം 25, 26, 27 തീയതികളിലായാണ് ദേശീയ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കുംഫു സ്പോർട്സ് അസോസിയേഷൻ ഓഫ് അസം ആണ് സംഘാടകർ. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള സംസ്ഥാന ടീമിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കുംഫു യോഗ ഫെഡറേഷൻ കേരള ഭാരവാഹികൾ മങ്കൊമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് മത്സരത്തിൽ പങ്കെടുക്കുന്ന 33 പേരിൽ 21 പേരും കുട്ടനാട്ടുകാരാണ്. സ്പോൺസർഷിപ്പ് പോലെയുള്ള ചില സഹായങ്ങൾ മാത്രമാണ് കുട്ടികൾക്ക് ലഭിക്കുന്നതെന്നും സംസ്ഥാന സർക്കാർ കുംഫു പരിശീലിക്കുന്ന കുട്ടികളെ സഹായിക്കാൻ മുൻകൈയെടുക്കണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ഇവിടെ കേരളത്തിൽ മൊത്തമായിട്ട് 33 പേരാണ് ഈ ആസാമിലേക്ക് പോകാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 23 പേരും ആലപ്പുഴ ജില്ലക്കാരാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതുവരെ നടന്നിരിക്കുന്ന എല്ലാ ചാമ്പ്യൻഷിപ്പുകളിലും നമുക്ക് വേണ്ടൊരു അംഗീകാരം കിട്ടാത്ത പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരുപാട് മാർഷൽ ആർട്സുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇതൊരു ടെമ്പിളിലെ ഒരു പ്രത്യേകമായൊരു മാർഷൽ ആർട്സ് ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഒരു പ്രതിരോധമായിട്ടാണ് ബന്ധപ്പെട്ടാണെങ്കിലും നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ അത്യാവശ്യം തോന്നുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് മത്സരിച്ച് അത്യാവശ്യം ടാലൻ്റുള്ള കുറച്ച് കുട്ടികൾ, എന്നാൽ അതിനേക്കാൾ ടാലൻ്റുള്ള കുട്ടികൾ പുറത്തുണ്ട്. നമുക്ക് അവരെയൊന്നും ഉൾപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒന്ന് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് അവരെങ്ങനെയാണ് ഇതിൽ നിന്നേക്ക് കുറച്ചുകൂടെ നമ്മൾ ആക്റ്റീവാക്കി കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ മീഡിയയും അതുപോലെ തന്നെ ഗവൺമെൻറ്റൊക്കെ കുറിച്ച് സജീവമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് കഴിയത്തുള്ളൂ. പത്തനംതിട്ട ജില്ലയിൽ നടന്ന സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ 33 പേരിൽ 23 പേർ ആലപ്പുഴ ജില്ലക്കാരും ഇവരിൽ 21 പേർ കുട്ടനാട്ടുകാരുമാണ്. ആഴ്ചകൾ നീണ്ട കഠിന പരിശീലനത്തിന് ശേഷമാണ് സംഘം അസമിലേക്ക് യാത്ര തിരിക്കുന്നതെന്ന് കുംഫു യോഗ ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് RL വിജയൻ, ജില്ലാ കമ്മിറ്റി അംഗം ലേഖ കാവാലം, സുരേഷ് ബാബു എന്നിവർ അറിയിച്ചു.
ഈ വർഷത്തെ ബുദ്ധപൂർണിമ മഹോത്സവം മെയ് 23-ന് തകഴിയിലെ കരിമാടിക്കുട്ടൻ ബുദ്ധഭൂമിയിൽ വെച്ച് വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. കേരളത്തിലെ വിവിധ ബുദ്ധിസ്റ്റ് സംഘടനകളുടെ കൂട്ടായ്മയായ കേരള ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. എല്ലാ വർഷവും കേരള ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ബുദ്ധപൂർണിമ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ആഘോഷിക്കാറുണ്ടെന്ന് സംഘാടകർ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓരോ വർഷവും ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേരളത്തിന് പുറത്തുനിന്നും നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. വർഷം തോറും നടക്കുന്ന പൂർണിമ ആഘോഷത്തിനെത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ ബന്ധപ്പെട്ടവരിൽ നിന്ന് ഒരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ലെന്നും സംഘാടകർ പറഞ്ഞു. ആർക്കിയോളജിക്കൽ വകുപ്പിൻ്റെ കീഴിലുള്ള ഭൂമിയാണെങ്കിലും കഴിഞ്ഞ 10 വർഷമായി അനവധി ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് 1000-ഓളം ആൾക്കാർ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്ന ഒരു പ്രദേശമാണ്. പ്രാഥമിക സൗകര്യങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും എല്ലാ വർഷവും അതിമനോഹരമായി ഈ പരിപാടി അവതരിപ്പിക്കാറുണ്ട്. ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യം രണ്ടാമത്തെ ഒരു പ്രത്യേകത, ബൗദ്ധ സാഹിത്യത്തിൽ തനതായ സംഭാവനകൾ നൽകിയ കരിമാടിക്കുട്ടൻ പുസ്തക അവാർഡ് KP രമേശ്, KKS ദാസ്, കണ്ണൻ മേലോത്ത് എന്നിവർക്ക് ഫലകവും പ്രശസ്തി പത്രവും സമ്മാനിക്കുന്നതായിരിക്കും. ഈ പരിപാടിയിൽ ജനപ്രതിനിധികളായി നമ്മുടെ സ്ഥലം MP, MLA, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുക്കുന്നതാണ്. കുട്ടനാട്ടിലെ തകഴിക്കടുത്ത് കരുമാടിയിലാണ് പ്രസിദ്ധമായ കരുമാടിക്കുട്ടൻ ബുദ്ധശിലയുള്ളത്. സർക്കാർ അതിരിട്ട് തിരിച്ച 9 സെന്റിൽ താഴെ ഒതുങ്ങുന്ന ഒരു ചെറു സ്ഥലത്താണ് മണ്ഡപം സർക്കാർ വകയായി നിർമ്മിച്ചിട്ടുള്ളത്. ഇതാകട്ടെ സാമൂഹ്യ വിരുദ്ധരുടെ ഇടമായി പലപ്പോഴും മാറാറുണ്ട്. നിലവിലുള്ള ഈ മണ്ഡപത്തിന്റെ അറ്റകുറ്റപ്പണികൾ പോലും നിർവഹിച്ചിട്ടില്ല. ഇത്തരം സാഹചര്യത്തിലാണ് എല്ലാ വർഷവും ബുദ്ധപൂർണിമ ആഘോഷം കരുമാടിക്കുട്ടനിൽ നടക്കുന്നത്. ഈ വർഷത്തെ ബുദ്ധപൂർണിമ ആഘോഷ പരിപാടിക്കും ഈ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളതെന്നും സംഘാടകർ പറഞ്ഞു. ഇത്തവണത്തെ കരുമാടിക്കുട്ടൻ അവാർഡ് സമർപ്പണവും ആഘോഷ പരിപാടിയോടനുബന്ധിച്ച് നടത്തുമെന്ന് ഭാരവാഹികളായ നിഷു ബൗദ്ധ് രാമങ്കരി, സന്തോഷ് K ഊരുക്കരി എന്നിവർ അറിയിച്ചു. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ മ്യൂസിക് ടീച്ചർ തസ്തികയിലേക്ക് പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം PSCയുടെ കോട്ടയം ജില്ലാ ഓഫീസിൽ മെയ് 29, 30 തീയതികളിൽ രാവിലെ 9:30-നും ഉച്ചയ്ക്ക് 12-നുമായി നടക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ തിരിച്ചറിയൽ രേഖ, യോഗ്യത, വെയിറ്റേജ്, കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന അസൽ രേഖകൾ, വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഹാജരാകണം. പ്രൊഫൈലിൽ ലഭ്യമാക്കിയിരിക്കുന്ന അഡ്മിഷൻ ടിക്കറ്റ്, ബയോഡാറ്റ എന്നിവ ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ഇന്റർവ്യൂ സമയത്ത് നൽകണം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടത്തുന്ന സിനിമ ഓപ്പറേറ്റർ പരീക്ഷ മെയ് 23, 24 തീയതികളിൽ തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിൽ വെച്ച് നടക്കും. രാവിലെ 7 മുതൽ 10:15 വരെയാണ് പരീക്ഷ. ഹാൾ ടിക്കറ്റ് ലഭിക്കാത്തവർ തിരുവനന്തപുരത്ത് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കാര്യാലയവുമായി ബന്ധപ്പെടണം. കൂടുതൽ വിവരങ്ങൾക്ക് 0471 23 31 104 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാന സാക്ഷരതാ മിഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുന്ന 10ാം തരം തുല്യതാ കോഴ്സിന് പുതിയ ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ തുടങ്ങി. ഔപചാരികമായ 7ാം ക്ലാസ് പാസ്സായവർ, 10ാം ക്ലാസ് തോറ്റവർ, സാക്ഷരതാ മിഷന്റെ 7ാം ക്ലാസ് തുല്യത പാസ്സായവർ എന്നിവർക്ക് 10ാം തരം തുല്യതാ കോഴ്സിന് അപേക്ഷിക്കാം. കോഴ്സ് പാസ്സാകുന്നവർക്ക് ഉപരിപഠനം, PSC നിയമനം, പ്രമോഷൻ എന്നിവയ്ക്ക് അർഹതയുണ്ടായിരിക്കും. കോഴ്സ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ കഞ്ഞിക്കുഴി ബ്ലോക്ക് ഓഫീസിൽ പ്രവർത്തിക്കുന്ന സാക്ഷരതാ മിഷൻ ഓഫീസിൽ നിന്ന് ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് 9847341754 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6830 രൂപ, പവന് 54,640 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.